കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 15 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശുവിനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി, അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി, അവയെ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണം എന്നപേക്ഷിക്കുന്നു. മൂന്നാമതൊരുവൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരം ധരിപ്പിച്ചു. ഗൃഹനാഥൻ കോപിച്ച ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനനെ നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരാൻ നിർബന്ധിക്കുക. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട 2 വായനകളും കർത്താവ് തൻ്റെ സ്നേഹത്തിലേക്കുള്ള ക്ഷണം നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്നുള്ള സന്ദേശമാണ്. ഒരാളെ പോലും ദൈവം തൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. മറിച്ച് നമ്മൾ നമ്മുടേതായ ചില ഒഴികഴിവുകൾ പറഞ്ഞ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ കാണാൻ പറ്റും. ചിലർ പറഞ്ഞ ചില ഒഴികഴിവുകൾ. ആദ്യത്തെ ആൾ പറഞ്ഞു, ഞാൻ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയി. രണ്ടാമത്തവൻ പറഞ്ഞു, കുറച്ച് കാളകളൊക്കെ മേടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ബിസിനസ് പരമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. മൂന്നാമൻ പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞുള്ളൂ, ബന്ധം. അപ്പോൾ നമ്മുടെ സമ്പത്ത്, നമ്മുടെ ബിസിനസ്, നമ്മുടെ ബന്ധങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ നമ്മളെ കർത്താവ് ഒരുക്കിയ സ്നേഹത്തിൻ്റെ വിരുന്നിലേക്ക് പ്രവേശിക്കുന്നതിന് പോലും തടസ്സമാകാം എന്നുള്ള ഉപരിയായ ഒരു ആത്മീയ സന്ദേശം ഇന്നത്തെ സുവിശേഷത്തിലൂടെ തരുന്നുണ്ട്. ഇനി ആദ്യ വായന ചേർത്ത് വെച്ച് വായിച്ചാൽ ഈ ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണമെന്ന് വളരെ മനോഹരമായിട്ട്, എനിക്കൊന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പൗലോസ്ലീഹ പറയുന്ന വാക്കുകൾ, ഓരോ വാക്കും ശരിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ സന്ദേശങ്ങളിൽ നിൽക്കുന്നതാണ്. പൗലോസ് പറഞ്ഞ്, നിങ്ങൾ ദൈവസ്നേഹത്തിൽ വ്യാപരിക്കുമ്പോൾ കാപട്യമില്ലാതെ സ്നേഹിക്കണം. അപ്പം ഈ സ്നേഹത്തിൽ എങ്ങനെ വ്യാപരിക്കണം എന്ന് പറയുകയാണ്. കപടതയില്ലാതെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഈ സ്നേഹത്തിലായിരിക്കുക. ഈശോയോടുള്ള ബന്ധത്തിൽ കപടത ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും കാപട്യമില്ലാതെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കപടതയോ ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ സംഭവിക്കുമ്പോൾ അത് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ബന്ധങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യും. എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം പരിശുദ്ധമാണെങ്കിൽ എന്നിൽ പൂർണ്ണമായിരിക്കുന്നത് ഈ പരിശുദ്ധമായ ദൈവസ്നേഹമാണെങ്കിൽ എൻ്റെ എല്ലാ ബന്ധങ്ങളിലും ഈ സ്നേഹത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്താൻ തുടങ്ങും. അപ്പം എപ്പോഴൊക്കെ എനിക്ക് ദൈവത്തോടുള്ള എൻ്റെ സ്നേഹബന്ധത്തിന് കുറവുണ്ടാകുന്നോ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നോ ആ സ്നേഹം പൂർണ്ണമാകാതിരിക്കുമ്പോഴാണ് എല്ലാ ബന്ധങ്ങളിലും ഈ അപൂർണത നിഴലിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയാം, നിങ്ങളുടെ സ്നേഹം കാപട്യത്തോടു കൂടിയുള്ള സ്നേഹമായിരിക്കുന്നത്, നിഷ്കളങ്കമായ പരിശുദ്ധമായ സ്നേഹമായിരിക്കണം. എന്നിട്ട് പൗലോസ് കൂട്ടിച്ചേർക്കുകയാണ്, സ്നേഹിക്കുകയും നിങ്ങൾ ഈ സ്നേഹത്തിൻ്റെ തീഷ്ണതയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുകയും വേണം. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, എല്ലാവരും തന്നെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. അതിനകത്ത് ഒരു സംശയമില്ല. കാരണം
ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വരുന്നു എന്നുള്ളത് തന്നെ കർത്താവിനോട് സ്നേഹമുണ്ട്, പരിശുദ്ധ കുർബാനയോട് സ്നേഹമുണ്ട്. ആ സ്നേഹം അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം അവശേഷിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സ്നേഹത്തിൽ നിന്നുകൊണ്ട്, ഈ സ്നേഹത്തിൻ്റെ തീഷ്ണതയിൽ നിന്നുകൊണ്ട്, ആത്മാവിൽ ജ്വലിച്ച് നമ്മൾ എത്രമാത്രം ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഈ സ്നേഹത്തിന്? ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടവർ കൂടിയാണ് നമ്മൾ. ഓരോ ദിവസവും ഈ സ്നേഹത്തിൻ്റെ അഗ്നിയാണ്, സ്നേഹത്തിൻ്റെ തീയാണ് പരിശുദ്ധ കുർബാനയായി നാം സ്വീകരിക്കുന്നത്. അപ്പം ഈ സ്നേഹത്തിൻ്റെ തീ അഗ്നി സ്വീകരിച്ച നാം എത്രമാത്രം ഈ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പൗലോസിലെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസിലെ പറയുന്നത്, ആത്മാവിൽ മാന്ദ്യം കൂടാതെ തീഷ്ണതയിൽ ജ്വലിക്കുന്നവരായി നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ശുശ്രൂഷയുടെ കാര്യം വരുമ്പോൾ നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ തലയ്ക്കകത്തേക്ക് പോകും, കാരിസ്മയിൽ വിജിലച്ചനുണ്ടല്ലോ, കാരിച്ചനുണ്ടല്ലോ, സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അച്ഛന്മാരുണ്ടല്ലോ, വചനപ്രഘോഷകരുണ്ടല്ലോ, അവരൊക്കെ ചെയ്തോളും എന്നുള്ള തെറ്റിദ്ധാരണ എവിടെന്നെങ്കിലും പിശാച് നമ്മുടെ തലയ്ക്കകത്ത് തരും. അതല്ല, ഈ സ്നേഹം അനുഭവിച്ചവന് സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഒരു സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഞാൻ യഥാർത്ഥ സ്നേഹത്തിൻ്റെ അനുഭവം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്നേഹം അനുഭവിച്ച ഒരാൾക്ക് സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവന് സാധ്യമാകുന്ന രീതിയിൽ ഈ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് മാറും. അവൻ്റെ കഴിവുകൾ, അവന് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ, സമയം, സമ്പത്ത്, കുടുംബം, മക്കള്, എല്ലാ സാധ്യതകളും ഈ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിനിയോഗിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഞാൻ ഈ സ്നേഹം അനുഭവിച്ചു എന്നതിൻ്റെ അടയാളങ്ങൾ ശുശ്രൂഷയിലൂടെ പൂർത്തീകരിക്കുന്നത്. എന്നിട്ട് പൗലോസിനെ കൂട്ടിച്ചേരുകയാണ്, ഈ സ്നേഹത്തിൽ ശുശ്രൂഷ ചെയ്യുകയും ഈ സ്നേഹം എല്ലാവരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കണം. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഒരു ക്രിസ്തീയ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചവനായിരിക്കണം. ആ സ്നേഹത്തിൻ്റെ തീഷ്ണതയിൽ ജ്വലിച്ച് ശുശ്രൂഷ ചെയ്യുന്നവനായിരിക്കണം. ആ യഥാർത്ഥമായി അനുഭവിച്ച ഈ സ്നേഹം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരാത്മീയ ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഈ ക്ഷണമാണ് ഇന്നെല്ലാവർക്കും കർത്താവായ ഈശോയിൽ നൽകപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇന്നത്തെ വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഈ സ്നേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച നാം സ്നേഹിക്കാൻ മറന്നു പോകരുത്. സ്നേഹത്തിൽ കുറവുണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. ഉത്തരോത്തരം സ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ നമ്മുടേതായ പരിശ്രമങ്ങൾ, നമ്മുടേതായ നിരന്തരമായ ആലോചനകൾ, അധ്വാനം ഇതിന് പിന്നിൽ ആവശ്യമാണ് എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അവരാത്മീയമായി ജ്വലിച്ചു നിൽക്കാനുള്ള ഒരു അഭിഷേകത്തിനായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.